ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 2-ാം ദിനം. ഒരിക്കൽ എബ്രഹാം ലിങ്കൻ്റെ അടുത്തു വന്ന ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് സെക്രട്ടറിയെ ശക്തമായി വിമർശിച്ചു. അയാളുടെ മനസ്സിൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ഒടുങ്ങാത്ത പകയും വിദ്വേഷവും ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ലിങ്കൺ ഉദ്യോഗസ്ഥനോട് സെക്രട്ടറിയെക്കുറിച്ചുള്ള രോക്ഷം മുഴുവൻ ഒരു വെള്ളക്കടലാസിൽ എഴുതുവാൻ പറഞ്ഞു. രോക്ഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് കടലാസിൽ വളരെ അമർത്തിയാണ് അയാൾ എഴുതിയത്. എഴുതിക്കഴിഞ്ഞ ശേഷം ആ രോക്ഷം കീറിക്കളയുവാൻ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അയാൾ അത് കീറിക്കളഞ്ഞു. അതുമൂലം അരിശത്തിന് വലിയ ശമനമുണ്ടായി. പലരെക്കുറിച്ചുമുള്ള രോക്ഷവും അമർഷവും വെറുപ്പും ഉള്ളിൽ ഒളിപ്പിച്ചാണ് നാം ജീവിക്കുന്നത്. തക്കം വരുമ്പോൾ അത് പുറത്തു വരികയും നാം ആഞ്ഞടിക്കുകയും ചെയ്യും. എല്ലാവരും നമ്മെ സ്വീകരിക്കണം എന്ന് നാം ആഗ്രഹിക്കരുത്. അത് സ്വാർത്ഥതയാണ്. ദൈവം പോലും സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിരിക്കുന്നു. ദൈവത്തെ നിഷേധിക്കുവാനും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. എന്നാൽ ദൈവനിഷേധി നാശത്തിൽ പതിക്കുന്നു എന്ന് മാത്രം. ദൈവകൃപ വിട്ട് മാറുമ്പോഴാണ് ഉള്ളിൽ കയ്പിൻ്റെ വേര് മുളയ്ക്കുന്നത്. അത് മുളച്ചാൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതോടൊപ്പം നാം തന്നെ നശിക്കുന്നു. എന്നാൽ ദൈവമോ നമ്മെക്കുറിച്ചുള്ള സകല രോക്ഷവും കാൽവരി ക്രൂശിൽ കീറിക്കളഞ്ഞു. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു കളഞ്ഞു. ദൈവദർശനം ഉൾക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതശൈലി പിന്തുടരുമ്പോൾ ലോകത്തിൻ്റെ മുൻപാകെ സാക്ഷ്യം നിറവേറ്റുവാൻ നമുക്ക് കഴിയും. അസ്വസ്ഥമായ ലോകത്തിന് നൽകുവാൻ നമ്മുടെ പക്കൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമുണ്ടാകണം. ലൂക്കോസ് 21:19. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.